ഓക്കെ, നമുക്കിപ്പം ഒരു ലൈനോ പോളി ലൈനോ ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് വരച്ചെടുക്കുന്നതെങ്കിൽ PL പോളി ലൈൻ കൊടുക്കുക, എൻ്റർ കൊടുക്കുക, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊടുക്കുക, നമ്മുടെ ഇവിടെ എൻഡ് പോയിൻ്റ് ഏതാണ് വരുന്നത് അത് കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു എക്സാമ്പിളിന് ചുമ്മാ ഒരു ഇതിന് കാണിക്കുന്നേ ഉള്ളൂ. ഇങ്ങനൊരു എൽ ടൈപ്പ് നമ്മുടെ ഒരു ഡ്രോയിങ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഹാച്ച് കൊടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എൻ്റർ, അതായത് ഹാച്ചിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തിട്ട് എവിടെയാണ് നമുക്ക് ഹാച്ച് വേണ്ടത് ആ ഒരു പോയിന്റിൽ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇവിടെ ഹാച്ച് സെലക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഹാച്ചിൻ്റെ പല വേരിയേഷൻസ് കാണാം. ഇപ്പോൾ നമുക്കൊരു ബ്ലോക്ക് വർക്കിൻ്റെ ആണ് കൊടുക്കുന്നതെങ്കിൽ ബ്ലോക്കിൻ്റെ കൊടുത്തു. ഈ ബ്ലോക്കിൻ്റെ കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ഇത് ബ്ലോക്ക് കറക്റ്റ് വന്നേക്കുന്നത് മൊത്തം സ്കെയിൽ കുറഞ്ഞിട്ടാണ് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കെയിൽ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓൾറെഡി ഹാച്ച് ആയതുണ്ട്, പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഇതെന്താണ് മനസ്സിലാകുന്നില്ല. അതുപോലെ സ്കെയിൽ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് സ്കെയിൽ എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ടോ, ഈ സ്കെയിലിൻ്റെ ഇവിടെ നമ്മൾ ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ 0.9 വേണമെന്നുള്ളതൊരു 10 എന്നൊക്കെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും. ആ സ്കെയിൽ മാറുന്നതനുസരിച്ച് ഇവിടെ പാറ്റേൺ അതിൻ്റെ ഒരു ഷേപ്പ് മാറും. ഇപ്പോൾ ഇതേ സ്ഥാനം നമുക്ക് ഒരു 50 എന്ന് കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടും, ഉണ്ടല്ലേ. ഇതേ സ്ഥാനത്ത് നമ്മൾ 5 കൊടുക്കുന്നതെങ്കിൽ വലിപ്പം പിന്നെയും കുറയും. ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഏത് ഹാച്ച് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുക. സെലക്ട് ചെയ്യുക, അതായത് എൻ്റർ കൊടുക്കുക, ഹാച്ചിൻ്റെ കൊടുക്കുക, ഏതാണ് നമുക്ക് വേണ്ട പോർഷൻ ആ പോർഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏതാണോ ഹാച്ച് വേണ്ട ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് ഹാച്ചിൻ്റെ പല ഡിസൈൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതല്ല ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ആണ് വേണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ പോയിൻ്റ് കൊടുക്കുക. ഇപ്പോൾ കോൺക്രീറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സെയിം ഇതിൻ്റെ അകത്തോട്ട് വരിക, ഹാച്ചിൻ്റെ അകത്ത് വരിക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്കെയിൽ വന്നു. സ്കെയിലിൻ്റെ ഒരു 5 കൊടുത്ത് നോക്കാം. 5 കൊടുക്കുമ്പോൾ ഏകദേശം വന്നു. ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വന്നു. ആ ബ്ലോക്ക് വർക്കിൻ്റെ ഇതുകൂടെ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. 50 ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇപ്പം കോൺക്രീറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ